ഹലോ ഗൈസ്, അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ തുടങ്ങിയാലോ. അപ്പോൾ എന്താണെന്ന് തംബ്ലൈനിൽ കണ്ടില്ലേ, അതന്നെ നമുക്ക് ഞണ്ടിനെ കാണിച്ചു തരാം കേട്ടോ. ശ്രദ്ധിച്ച് നോക്കണേ. ഇന്നെ കണ്ടിട്ടെങ്ങാനും ഓടിപ്പോവോ? കണ്ടോ ഒരു വലിയ ഞണ്ടിരിക്കുന്നുണ്ടാ? കണ്ടാ? അതാണ് ഇതിൻ്റെ എന്താ പറയുക, കൊക്കില്ലേ, കൊക്കോ എന്താ അതിന് പറയുക. ആ സാധനം മാത്രം പുറത്തുണ്ട്, ബാക്കിയൊന്നും കാണാനില്ല. ഞാൻ ഇവനെ കണ്ടു വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ള ഞണ്ടിനെയൊക്കെ പിടിക്കാൻ കുട്ടികൾ പോയിട്ടുണ്ട്. ഇനി അവർ വീഡിയോ നമുക്ക് തരുമോ എന്തോന്ന് അറിയില്ല കേട്ടാ. കുക്ക് ചെയ്യുന്നത് എന്തായാലും ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഉണ്ടോ എടുത്തേക്ക് ചാടി വരുമൊന്നും ചെയ്യില്ലായിരിക്കൂലേ. അതാ അവിടെ ഒരു മീനുണ്ടോ? ആ മീനിനെ എങ്ങനെ പിടിക്കാന്നുള്ള ആലോചനയിൽ എത്ര നേരം ഇച്ചിരി കണ്ടേന്നുള്ളൂ, പുറത്തേക്ക് വരുന്നുണ്ട്. ആനൊക്കെ വീണല്ലേ ഇനി പേടിച്ചിട്ടുണ്ടോ വൈറ്റ ഇത് ചാടിയിട്ട്. അങ്ങനെ മൊത്തത്തിൽ നമുക്ക് എട്ട് ഞണ്ടിനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. വലുതാണ്, വലിയ ഞണ്ടാണ് എണ്ണത്തിന് കിട്ടിയിട്ടുണ്ട്. അവന്മാരെ നമുക്ക് യൂട്യൂബിലൊക്കെ നോക്കിയിട്ട് വേണം അത് എങ്ങനെ ഉണ്ടാക്കാന്ന് അറിയാം. പിന്നെ പ്രത്യേകിച്ചൊരു കാര്യം, ഞാനിത് കഴിക്കില്ല കേട്ടോ. വീഡിയോയ്ക്ക് വേണ്ടി മാത്രമാണ് ഞാൻ അവിടെ ചെന്ന് ഇതിനുണ്ടാക്കുന്നത് പോലും കണ്ടത്. സംശയം കേട്ടോ അതിന്റെ കളർ അങ്ങനെയൊന്നുമില്ല. അതോ വലിയ ഒരു വലിയ എന്താണ് വലിയ കൊക്കോ, വലിയ ഞണ്ടിന്റെ അതോ നന്നാക്കാൻ പരാജയപ്പെട്ട് ഞങ്ങൾ അടുത്ത എഴുത്തിയമ്മേനെ വിളിച്ചുകൊണ്ടുവന്നു കേട്ടാ. എഴുത്തിയമ്മ പിന്നെ ഇത് നമുക്കൊന്ന് പോണ്ടേ. അങ്ങനെയില്ല, ഇതിങ്ങോട്ട് കിട്ടും. ഒടുവിൽ ഞങ്ങളെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു ഗൈസ്. ഇത്ര ഉണ്ട് നമുക്കത് ക്ലീൻ ചെയ്ത് കിട്ടിയത്. ഇനി നമുക്കിത് കുക്ക് ചെയ്യാം. കുക്ക് ചെയ്യുന്നത് അതിലും വലിയ സംഭവം, മുറ്റത്ത് വെച്ച് കുക്ക് ചെയ്യാമെന്നായിരുന്നു ഞങ്ങൾ പ്ലാന്. തീ പിടിച്ച് കിട്ടാൻ തന്നെ ഒരു മഴയല്ലേ ഒരു വിധം ബുദ്ധിമുട്ടി. അത് കഴിഞ്ഞപ്പോൾ മഴയും പെയ്തു. അല്ലെങ്കിൽ നമ്മൾ ഇഞ്ചി പിന്നെ ചതപ്പാണ്. ഇഞ്ചി, വെളുത്തുള്ളി, കുരുമുളക്, വലിയ ജീരകം ഒക്കെ നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുന്നുണ്ട് ഗൈസ്. വീഡിയോ ക്ലാരിറ്റി കുറവൊക്കെ ഉണ്ടാവും, കാരണം വേറെ ഒന്നല്ല, കുട്ടികളാണ് ഇരുത്തിരുന്ന്. അപ്പോൾ അവർക്ക് ഇതൊന്ന് എങ്ങനെയും യൂട്യൂബിൽ നോക്കിയിട്ടാണ് തയ്യാറാക്കി കൊടുക്കുക, വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചത്. നമ്മൾ അതൊക്കെ നോക്കിയിട്ട് പിന്നെ മസാലയും കാര്യങ്ങളൊക്കെ എടുത്ത് പുറത്തൊരു പാറയമ കൊണ്ടുപോയി വെച്ചുണ്ടാക്കാനുള്ള പരിപാടിയായിരുന്നു ഗൈസ്. തീ കത്തി, അതിൽ സവാളയൊക്കെ ഇട്ട് വഴറ്റി. അത് മസാല ആയിട്ടില്ല, അതിൻ്റെ മുന്നേ മഴ പെയ്തു. അപ്പം നമുക്ക് വീഡിയോ ഒക്കെ ഒന്ന് കാണാം കേട്ടോ. ഇഞ്ചി, വെളുത്തുള്ളി, ജീരകം, വലിയ ജീരകം, ഇവിടെ വരെ എത്തിയപ്പോഴേക്കും മഴ ഞങ്ങളെ ചതിച്ചു ഗൈസ്. മഴ ചതിച്ചു. എങ്കിലും നമുക്ക് തോൽക്കാൻ പറ്റുമോ? ഇല്ല. മഴ അവിടെ പെയ്യട്ടെ, നമ്മൾ ഉള്ളിലേക്ക് വന്നു അടുപ്പിൽ വെക്കാം. ഇത് ഈ ഞണ്ട് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് അറിയില്ല കേട്ടോ. ഇത് ഈ വീഡിയോ കാണുമ്പോൾ ഈ കുട്ടി എന്താ ഈ കാട്ടണത്, അല്ലെങ്കിൽ ഇവളെന്താ ഈ കാണിക്കണമെന്നൊന്നും പറയരുത്. കാരണം നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുകയെന്ന് അറിയില്ല, ഫസ്റ്റ് ടൈമാണ്. യൂട്യൂബിൽ നോക്കാമെന്ന് വെച്ചാൽ അവിടെ പോയപ്പോൾ അവിടെ വൈഫൈ ഇല്ല, നെറ്റും ഇല്ല, കറണ്ടും ഇല്ല, അങ്ങനത്തെ ഒരു അവസ്ഥയിലായിരുന്നു. ഇതൊരു 1.5 ഞണ്ടായിരുന്നു.
അങ്ങനെ നമ്മുടെ ഞണ്ട് പരീക്ഷണം അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. നമുക്കിനി ഇച്ചിരി വെള്ളം കൂടി ഒഴിച്ചിട്ട് അടച്ച് വെക്കാം കേട്ടോ. പിന്നെ ഞങ്ങൾ ഇതിൻ്റെ കൂടെ ചോറല്ല കഴിക്കുന്നത്, നമുക്ക് കുറച്ച് ബ്രെഡ് വാങ്ങി ബ്രെഡിൻ്റെ കൂടെ കേട്ടോ അത് കഴിക്കുന്നത്. പഠിക്കേ അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വീഡിയോ ഇനി നാട്ടിൻപുറത്തെ വീഡിയോസ് ഇനി വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. പിന്നെ കുട്ടികളെടുത്ത വീഡിയോ കൊണ്ട് പല കുറവുകളും ഉണ്ടാവും കേട്ടോ. അപ്പോൾ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം. താങ്ക്